ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അങ്ങനെ ഫൈനലി അടുത്തൊരു റിസൾട്ടും ഔട്ടായിട്ടുണ്ട്. നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 തന്നെ ഗ്രേഡ് 1 പോസ്റ്റിലേക്കുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഔട്ടാക്കിയിട്ടുള്ളത്. RRBയുടെ തന്നെ ഈ പറയുന്ന ഡിസംബറിൽ നടന്ന എക്സാം ആയിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അതെന്തായിരുന്നു, ഒരു സിംഗിൾ ടയർ എക്സാമിനേഷനാണ് ടെക്നീഷ്യനിൽ വരുന്നത്. അപ്പോൾ ഗ്രേഡ് 1ൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രേഡ് 3 ഉടനെ വരുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് തന്നെ 4 മണിക്ക് റിലീസ് ആവുമെന്നൊക്കെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ആലോചിക്കുക, ഇപ്പോൾ വന്നിട്ടുള്ളത് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫോർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. കാരണം ഒറ്റ ടയർ സ്റ്റേജ് ആണ് ഏതിനുള്ളത്, നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്ലസ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം ആലോചിക്കുക, നമ്മുടെ ചെന്നൈ സോണിന്റെ ആണ്, ഓരോ സോണായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചെന്നൈയുടെ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാത്തിൻ്റെയും വരും, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ വാക്കൻസി അനുസരിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളുടെ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ മുകളിൽ നോർത്തേൺ ഇന്ത്യയിലുള്ള തന്നെ ബിലാസ്പൂർ, റാഞ്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെന്നൈ അതിൻ്റെ ഒപ്പം വന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ചെന്നൈയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടന്നത് നമ്മുടെ ഡിസംബർ 19, 20 ദിവസങ്ങളിലാണ് ടെക്നീഷ്യൻ 1 പോസ്റ്റുകൾ നടന്നത്. മറ്റെന്താണ് പിന്നെയാണ് നടക്കുന്നത് അല്ലേ, അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ്. പിന്നെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ലെറ്റർ, അതായത് നിങ്ങളിപ്പോൾ ഇതിൽ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെ ക്വാളിഫൈ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ വാക്കൻസിയുടെ ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് വന്ന കുറച്ച് പേരായിരിക്കും. എന്തായാലും 48 പേർക്കാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. റോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ DV എന്ന് പറയുന്നത് ഏകദേശം 48 പേര് മാത്രമേ സെലക്റ്റഡ് ആയിട്ടുള്ളൂ. ഒരുപാട് പേര് എഴുതിയ ഒരു എക്സാം ആണ്. പക്ഷെ 48 പേരെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ DVക്ക് വേണ്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ DV വരുന്നതിൻ്റെ കാര്യം, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ്റെയും കാര്യമൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ആയിട്ടോ SMS ആയിട്ടോ നിങ്ങൾക്ക് അയക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അത് ഉടനെ വരുമെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപ, 24 രൂപയാണ് നിങ്ങൾക്ക് അവിടെ മെഡിക്കൽ ഫീസ് ആയിട്ട് കൊടുക്കാനുള്ളത്. 24 രൂപ ഇവിടെ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹാവ് ടു പേ ദ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കൽ ഫീ ഫോർ 24. അപ്പോൾ അതും കൊണ്ടൊക്കെയാണ് പോവേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വലിയ നോക്കാം. എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത് റോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് ഫോർ DV ആണ്. അതിന്റെ റോൾ നമ്പർ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടോ എന്ന് കാര്യം നോക്കുക. ഇതിന്റെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കിയത് നമ്മുടെ കട്ട് ഓഫും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എത്രയാണ് കട്ട് ഓഫ് വന്നതെന്നുള്ള കാര്യം. ചെന്നൈയുടെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളൊരു കാര്യം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ചെന്നൈയുടെ കട്ട് ഓഫ് ഇവിടെ നോക്കി അറിയാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് വേണ്ടി നമുക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അല്ലേ. 100 ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. 100 മാർക്കിന് എത്ര മാർക്കാണ്? UR കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 61 മാർക്ക് കിട്ടിയവർ എന്ത് ചെയ്യും, ക്വാളിഫൈ ആവും. UR കാൻഡിഡേറ്റ്സിൽ നിന്ന് 61 മാർക്ക് കിട്ടിയവർ ടെക്നീഷ്യൻ ഗ്രേഡ് 1 പാസ്സാവും. SCയിൽ നിന്ന് 54 കിട്ടിയവരും STയിൽ നിന്ന് 47 മാർക്ക് കിട്ടിയവരും OBC NCയിലുള്ളവർക്കൊക്കെ 59 ആണ് പറയുന്നത്. EWSന് 54, എക്സ് സർവീസ്മാൻ 37. ഓക്കെ, അത്രയാണ് പറയുന്നത്. പിന്നെ ഇതെന്താണ്, നമ്മുടെ PWD കാൻഡിഡേറ്റ്സിൽ 34 ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എഴുതിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മാർക്ക് UR കാൻഡിഡേറ്റ്സിൽ 61 ആണെങ്കിൽ നിങ്ങൾ പാസ്സാവും. SC ആണെങ്കിൽ 54, STക്ക് 47, OBCക്ക് 59.4 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 59 മാർക്കോളമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് നോക്കാനുള്ള ഒരു സ്കോർ കാർഡിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. ഈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇതുണ്ടോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെന്നൈയിൽ നിന്ന് 48 പേരുടെ റോൾ നമ്പറാണ് വന്നിട്ടുള്ളത്. ഒന്ന് ആ ലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നമ്പർ പരിശോധിക്കുക, അതിൽ ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ ലെറ്റർ ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുമെന്നുള്ളൊരു അപ്ഡേറ്റും പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രേഡ് 1ൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നിൻ്റെയും നിലവിൽ വന്നിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈയോ അതൊന്നും വന്നിട്ടില്ല. ഇനി ഉടനെ വരുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ എന്ത് ചെയ്യും, വരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ. നമ്മുടെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും കൃത്യമായി മനസ്സിലാക്കിക്കോളുക. ഇപ്പോൾ വന്നിട്ടുള്ളത് ചെന്നൈയുടെ കട്ട് ഓഫാണ് ഈ പറഞ്ഞത്. എല്ലായിടത്തും ഒരുപോലെയല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കട്ട് ഓഫിന്. അത് കാര്യം ശ്രദ്ധിക്കുക. ഗ്രേഡ് 3യും ഉടനെ തന്നെ വരും. കാരണം എല്ലാവരും ഏകദേശം കുറേ പേര് എഴുതിയത് ഗ്രേഡ് 3 ആണ്. അത് ഉടനെ വരും എന്നുള്ളൊരു അപ്ഡേറ്റും ഉണ്ട്. 4 മണിക്ക് വരുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കൃത്യമായി കൊണ്ടുപോകുക. ALP അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ALP ഇത് വന്നു. ടയർ 1ൻ്റെ ടയർ 2ൻ്റെ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. നിങ്ങളുടെ ടയർ 2 ദൂര സ്ഥലങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക,
വീക്ക് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ റെയിൽവേ നടത്തുന്നു എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ ഒരു റിസൾട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കോർ കാർഡ് നമ്മൾ ലിങ്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുക. ആ ലിങ്കിൽ കയറി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ റോൾ നമ്പർ ചെക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.